15 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ക്ലെയിം ആദ്യം കമ്പനി റിജക്ട് ചെയ്തു. ആക്സിഡന്റ് ആയിരുന്നില്ല പ്രശ്നം, RC-യിൽ കണ്ട ഒരു പേരായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പറയാം. അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഇത്തരം ചെറിയ ഡോക്യുമെന്റ് ഇഷ്യൂസ് അറിയാൻ ദി ഡോക്യുമെന്റ് എക്സ്പെർട്ട് പേജ് ഫോളോ ചെയ്ത് വെക്കും. സെപ്റ്റംബർ 21 ഒരാൾ ഒരു യൂസ്ഡ് ബൈക്ക് വാങ്ങി. അന്ന് തന്നെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അപ്ലൈയും ചെയ്തു. പക്ഷെ 6 ദിവസം കഴിഞ്ഞ ആക്സിഡന്റ്, ബൈക്ക് വാങ്ങിയ വ്യക്തി മരണപ്പെട്ടു. ക്ലെയിം വന്നപ്പോൾ RC റെക്കോർഡ് പരിശോധിച്ചു. ബൈക്ക് ഇപ്പോഴും പഴയ ഓണറിന്റെ പേരിൽ. ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിരുന്നെങ്കിലും പുതിയ ഓണറിന്റെ പേര് RC-യിൽ അപ്ഡേറ്റ് ആയത് ആക്സിഡന്റ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ്. ഈ ഓണർഷിപ്പ് ഇഷ്യൂ ചൂണ്ടിക്കാട്ടി ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ആദ്യം റിജക്ട് ചെയ്തു. കേസ് അവസാനം ഹൈക്കോടതി വരെ എത്തി. സാഹചര്യങ്ങൾ പരിശോധിച്ച കോർട്ട് ക്ലെയിം ഓണർ ചെയ്യണമെന്ന് ഇൻഷുറൻസ് കമ്പനിയോട് നിർദ്ദേശിച്ചു. ഇനി നമ്മുടെ കാര്യം. യൂസ്ഡ് വെഹിക്കിൾ വാങ്ങുമ്പോൾ വാഹനം കൈ കിട്ടിയാൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങും. RC ട്രാൻസ്ഫറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ ശ്രദ്ധ കൊടുക്കത്തേയില്ല. ട്രാൻസ്ഫറിന് കൊടുത്തതല്ലേ, മാറിക്കോളും. പക്ഷെ ഈ കേസ് കേട്ടതിന് ശേഷം ഒരു കാര്യം ഓർത്താൽ മതി. യൂസ്ഡ് വെഹിക്കിൾ വാങ്ങിയാൽ ട്രാൻസ്ഫർ കൊടുത്തോ എന്ന് മാത്രമല്ല, ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയോ എന്നും ചെക്ക് ചെയ്യണം. RC-യിൽ പുതിയ ഓണറിന്റെ പേര് വന്നോ, ഇൻഷുറൻസിലും ഓണർഷിപ്പ് അപ്ഡേറ്റ് ആയോ ഒരിക്കൽ നോക്കി വെക്കും. കാരണം ചില ഡോക്യുമെന്റ്സ് ഇഷ്യൂസിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ക്ലെയിം വരുമ്പോഴായിരിക്കും. നിങ്ങളുടെ പരിചയത്തിൽ യൂസ്ഡ് വെഹിക്കിൾ വാങ്ങിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ റീല് ഷെയർ ചെയ്തോളൂ. ഇതുപോലുള്ള ഡോക്യുമെന്റ് അപ്ഡേറ്റ്സിനായിട്ട് ദി ഡോക്യുമെന്റ് എക്സ്പെർട്ട് ഫോളോ ചെയ്യൂ.